الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله الله رحمة للعالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما قال الله عز وجل അതൊരു പരിചയമില്ല قال الله عز وجل കേട്ടിട്ട് ഒരു പരിചയമില്ലാത്തവർക്ക് قال الله عز وجل إذا شئت أن تزداد قدرا ورفعة فلنوا تواضع واترك الكبر والعجبا إذا شئت أن تزداد قدرا ورفعة فلنوا تواضع واترك الكبر والعجبا يعلم أمة محمد المصطفى صلى الله عليه وسلم
ബഹുമാന്യരും ആദരണീയരുമായ ഈ മഹലിന്റെ ഖത്തീബും മുദർരിസും പരിശുദ്ധമായ ദീനിന്റെ പ്രിയപ്പെട്ട ഖാദിമും കൂടിയായ ഉസ്താദ് സദഖത്തുല്ലാഹ് ദാരിമി, അതുപോലെ വേദിയിൽ സന്നിഹിതരായ ഈ പരിശുദ്ധമായ ദീനീ സംവിധാനത്തിൽ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, സദസ്യരായ സഹോദര സഹോദരിമാർ, അതിലേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാകട്ടെ. സുദീർഘമായ ഒരു വഅള് നടത്താൻ പ്രാപ്തനായ ഒരു ആലിമല്ല, ഞാനും ഒരു മുതഅല്ലിമാണ്. അല്ലാഹു തആല മുതഅല്ലിമായി ജീവിച്ച് മുതഅല്ലിമായി മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്ന ചില വേദികൾ ഉണ്ടാകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദർസ് വാർഷികങ്ങളുടെ പ്രഭാഷണങ്ങൾ. വല്ലാതെ മനസ്സിന് താല്പര്യമുണ്ടാകുന്ന ഒരു സംഗമമാണ്. കാരണം മഹാനായിരിക്കുന്ന ഇമാമുന ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഹിജ്റ 450 ജനിച്ച്, ഞാൻ ആമുഖമൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഹിജ്റ 450 ജനിച്ച് 505 വഫാത്തായ മഹാൻ 55 വർഷം കൊണ്ട് ഒരു മദ്ഹബിനെ മുഴുവനും വേണ്ട ലോകം മുഴുവനും തന്റെ വിജ്ഞാനത്തിന്റെ നിറകുടം ലോകത്തേക്ക് പരിചയപ്പെടുത്തി ഇസ്ലാമിന്റെ ഹുജ്ജത്തായി മാറിയ മഹാനായിരിക്കുന്ന ഇമാമുന ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 55 വയസ്സേ വഫാത്താകുമ്പോഴുള്ളൂ. തന്റെ ആധ്യാത്മിക ലോകത്തേക്ക് പ്രവേശിക്കുന്നത് 39ാമത്തെ വയസ്സിലാണ്. പിന്നീട് 16 വർഷക്കാലം മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്റെ ഹഖായിഖിന്റെ സംസാരങ്ങൾ സംസാരിച്ച്, അതിന്റെ മുമ്പ് പരിശുദ്ധമായ കർമ്മശാസ്ത്ര മേഖലയിലും തർക്കശാസ്ത്ര മേഖലയിലും ഫിലോസഫിയുടെ വിഷയങ്ങളിലും തത്വശാസ്ത്രങ്ങളിലുമെല്ലാം ഇൽമുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്ഹ്, ഇൽമുൽ കലാം, എല്ലാ മേഖലകളിലും അതിൻ്റെതായ കയ്യൊപ്പ് ചാർത്തി തത്വശാസ്ത്ര പണ്ഡിതന്മാർ കൊണ്ടുവന്ന എല്ലാവിധ വാദ ജടിലതകളും മുഴുവനും കാണിച്ചു കൊടുത്ത മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ മഖാസിദുൽ ഫലാസിഫ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബ് നമ്മൾ മുതാല ചെയ്യുമ്പോൾ ഫലാസിഫ എന്ന് പറയുന്ന ഒരു വിഭാഗം, എങ്ങനെ പറയാ, പുറത്തേക്ക് കാണുമ്പോൾ ചൊറുക്കാണ്, ഉള്ളിലേക്ക് കയറിയ പൊള്ള, മുമവ്വഹത്ത് എന്നാ പറയപ്പെടുന്നത്. സ്വർണം പൂശപ്പെട്ടതുപോലെ പൂശപ്പെട്ടൊരു വിഭാഗം. പുറത്തേക്ക് ഭയങ്കര സംഭവമായിരിക്കും, ഉള്ളിലൊന്നുമില്ല. എന്നാൽ ആളുകൾ പെട്ടെന്ന് അപകടത്തിലാകാൻ പോകുന്ന സാധ്യതയുള്ളൊരു മേഖലയാണ് ഫലാസിഫയുടെ വിഭാഗം. അതിൽ ആധികാരികമായി ലോകത്തോട് അതിന്റെ പൊള്ളത്തരങ്ങൾ കാണിച്ച് തഹാഫത്ത് എഴുതിയ മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ ഇഹ്യാഇൽ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്റെ ശബ്ദത്തിന് ചെറിയ പ്രയാസമുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്തും. മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന സംഭവം ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. 2 മജ്ലിസുകൾ, ഒന്ന് ഇൽമിന്റെ മജ്ലിസാണ്, 2 ദിക്റിന്റെ മജ്ലിസാണ്. ഏതിനാണ് പ്രത്യേകത? ഉദാഹരണം, ഈ പള്ളിയുടെ ഒരു തട്ടിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെ ജലാലിയ റാത്തീബും റിഫായി റാത്തീബും ഹദ്ദാദും അദ്കാറൊക്കെ ആയിട്ട് ഒരു ടീം, ഒരു 10-20 ആൾക്കാർ ഹയാത്താക്കാണ് ഒരു ദിവസം. പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കള്, മീസാൻ ഓതി പഠിക്കുന്ന മക്കള്, സീഗത്ത് വഹദ മുദക്കറായി ബസിസ്ബാത്ത് ഫീല് മാലി മാറൂഫ് പറഞ്ഞാണ്ട് ഇത് രൂപമാണ് വഹദാനൊന്നിന്റെ മുദക്കർ പുരുഷനായ തൊണ്ട് മീ സീഗയും അതിന്റെ ബസിനും ലഫ്ലും ഒക്കെ ഇങ്ങനെ ചൊല്ലി പഠിക്കാണ്. ആർക്കാണ് ഇതിൽ മഹത്വമുള്ളത്?
രാവിലെ വരെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ആബിദിനാണോ, അതല്ല ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുതഅല്ലിമിനാണോ സ്ഥാനമുള്ളത്? ഈ മുതഅല്ലിമിനാണ്. കാരണം എങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത് എന്ന് താഴെ ചൊല്ലുന്ന ഹാജിയാർ പഠിക്കുന്നത് മേലെ പഠിക്കുന്ന മുതഅല്ലിമിനെ പഠിപ്പിച്ച ഉസ്താദിൽ നിന്നാണ്. ആ ഉസ്താദ് പെട്ടെന്ന് ഇങ്ങോട്ട് ഇടിമുളച്ചപ്പോ കൂനായി പൊന്തി വന്നതല്ല, ഇതുപോലൊരു മുതഅല്ലിമായിട്ട് പഠിച്ച ഉസ്താദാണ്. അപ്പൊ ദിക്ർ ചൊല്ലേണ്ട രൂപങ്ങൾ പഠിപ്പിക്കുന്ന പണിയാണ് ആർക്കുള്ളത്? മുതഅല്ലിമിനുള്ളത്. മനസ്സിലായി ഞങ്ങൾക്ക്? ഒരു ബിൽഡിംഗ് മട്ടത്തിന് ചേലായി വന്നാൽ ആർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക? തേപ്പാരനാണോ? ആണോ? അല്ല. വാർപ്പാരനാണോ? പെയിന്റിംഗുകാരനാണോ? അല്ല. എഞ്ചിനീയർ ആരാന്ന് ചോദിക്കുക. എഞ്ചിനീയർ പക്ഷെ പ്ലാൻ വരക്കുമ്പോ നല്ല AC കൊണ്ടായിരിക്കും പ്ലാൻ വരച്ചുണ്ടാക്കുക, ഒരു ചൂട് പോലും ഏറ്റിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആരതിന്റെ എഞ്ചിനീയർ എന്നല്ലേ ചോദിക്കുക. അപ്പൊ എഞ്ചിനീയർ ആനാര്? ഇൽമിന്റെ അഹ്ലികാര്, അവരെ ഉമ്മാല്, അവരെ ജോലിക്കാര്, ഖാദിമീങ്ങളാണ് ആര്? നമ്മൾ സാധാരണക്കാര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമ് നേടാൻ എല്ലാവർക്കും കഴിയൂല, എല്ലാവർക്കും കഴിയൂല. മഹാനായിരിക്കുന്ന ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഉസ്താദായ മഹാനായിരിക്കുന്ന ഇമാമുനാ വഖീഅ റളിയല്ലാഹു തആല തങ്ങൾ അരികിൽ പോയി പറഞ്ഞുവല്ലോ, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി فأوصاني بالترك للمعاصي وقال العلم نور الله حق ونور الله لا يعطى لعاصي يعلم أمة محمد المصطفى മനുഷ്യന്മാരെ ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ. എന്റെ ഉസ്താദായ വഖീ എന്നവരുടെ അരികിലേക്ക് പോയി ഞാൻ പരാതി പറഞ്ഞുവല്ലോ. ശകൗതു ഇലാ വഖീ, ഉസ്താദിന്റെ അരികിൽ പോയി ഞാൻ പരാതി പറഞ്ഞു. സൂഅ ഹിഫ്ളി, ഞാൻ പഠിച്ച വിഷയങ്ങൾ എന്റെ ഹിഫ്ളായി കിട്ടുന്നില്ല, മനപ്പാടത്തിൽ കിട്ടുന്നില്ല. പഠിക്കുന്നുണ്ട് പക്ഷെ തല കിട്ടുന്നില്ല. ആരെയും പറയണത്? ഷാഫി ഇമാം. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മഹാനായ ഇമാം ഷാഫി തങ്ങൾ തന്റെ 2 കാതുകളിലും മുഴുവൻ പഞ്ഞി നിറച്ചിറങ്ങുക, കാരണം ഹറാമ് കേൾക്കണ്ടാൻ കരുതിയിട്ട്. ഒരു മനുഷ്യന്റെ സൂഉൽ ഹിഫ്ള് ഒരു മനുഷ്യന് വരുന്നുവെങ്കിൽ, മനപ്പാട ശക്തി കുറഞ്ഞു പോകുന്നുവെങ്കിൽ, ഗ്രാഹ്യശേഷി കുറഞ്ഞു പോകുന്നുവെങ്കിൽ, ചെറുപ്പത്തിലെ ചെന്നി പിടിച്ചതുകൊണ്ടല്ല, അവന്റെ ഹൃദയത്തിൽ മാലിന്യമായിരിക്കുന്ന വേണ്ടാത്ത ഷഹവാത്ത് അവന്റെ ഹൃദയത്തിലേക്ക് കയറി കൂടിയത് കൊണ്ടാണ്. അതിന് വേണ്ട ഡോക്ടർമാരുടെ അടുക്കൽ പോയി ചികിത്സ തേടേണ്ടതുണ്ട്. ഒരു പനി വരുമ്പോൾ നമ്മള് ചുരുങ്ങിയത് ധർമാശുപത്രിയിലെങ്കിലും പോയി 5 റുപ്യ കൊടുത്തിട്ട് നമ്മൾ എന്താക്കാറുണ്ട്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയെങ്കിലും ചികിത്സ നേടാറുണ്ട്. ഈ രോഗത്തിന്റെ ചികിത്സ നടത്തുന്ന ആളുകൾ ഇന്നും ഹയാത്തിലുണ്ട്. മഹാനായിരിക്കുന്ന ഇമാം ശാഫിഈ തങ്ങളോട് പറഞ്ഞ മറുപടി എന്താണ്? വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖു വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസീ. ഇൽമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ നൂറാണ്. അല്ലാഹുവിന്റെ നൂറാകുന്ന പരിശുദ്ധമായ ഇൽമുണ്ടല്ലോ, അത് തെറ്റുകാർക്ക് നൽകാനുള്ളതല്ല. അതാണ് പരിശുദ്ധമായത് പഠിപ്പിച്ചത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ, ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് അല്ലാഹ് എവിടെയും കൊണ്ടുവെക്കൂല. അല്ലാഹ് കരുതിയവർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. അതെന്ത് ഇൽമ? ഒരു അറബി കിതാബ് കിട്ടിയാൽ വായിച്ചർത്ഥം വെക്കാൻ കഴിയുക എന്നതല്ല ആലിമാകാനുള്ള ക്വാളിഫിക്കേഷൻ. അതൊരു 6, 7, 8, 10 കൊല്ലം ഓതി പഠിച്ച ആർക്കും കഴിയും.
ആലിമായാൽ മാത്രം പോരാ, ആലിമിന്റെ ലാമിന്റെ ശേഷമുള്ള മീം മുമ്പിലേക്കൊന്നും കൂടി കിടക്കണം, ആമിലും കൂടിയാകണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരഗാമികളാണ് അൽ ഉലമാ എന്ന് പറയപ്പെട്ട അൽ ഉലമാ. ഇൽമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ആലിമുണ്ടല്ലോ, അവനെന്ന് പറഞ്ഞാൽ മലായിക്കത്തിന്റെ മുകളിലാണ്. യുലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ. ഒരു മനുഷ്യനെ എങ്ങാനും അല്ലാഹു തആല ഉയർത്താൻ കരുതിയാൽ മലായിക്കത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും എന്നതിന്റെ ഉദാഹരണമാണ് ആദരവായ ഹബീബുന മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ എങ്ങാനും അല്ലാഹു താഴ്ത്താൻ കരുതിയാൽ അവന് ഏറ്റവും താഴെ തട്ടിലുള്ള, ലോകത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മണ്ണിന്റെ അടിയിൽ പോലും സ്ഥാനമില്ലാത്ത രീതിയിൽ നാമാവശേഷമാക്കാനും അല്ലാഹുവിന് കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റാംസസ് രണ്ടാമൻ. അന റബ്ബുകുമുൽ അഅലാ, വർത്താനല്ലേ, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെച്ചതെന്താണ്? പിൻഗാമികളായി വരുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തമായി ഫിർഔനിനെ ഞാനിതാ മാറ്റിവെക്കുകയാണ്. ഖുർആന്റെ ആയത്തിറങ്ങുമ്പോൾ ഈ റാംസസ് രണ്ടാമൻ ഫിർഔനിന്റെ ജഡം കണ്ടെത്തിയിട്ടില്ല. അതാ ചിന്തിക്കേണ്ടത്. ഖുർആനിലെ ആയത്തിറങ്ങാണ് ഫിർഔനെ നമ്മൾ എന്താക്കൂല, നശിപ്പിച്ച് കളയൂല. പിൻഗാമികളായ മുത്തകബ്ബിരീങ്ങളായ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് പാഠമായി ഫിർഔനെ ഞാൻ മാറ്റിവെക്കുമെന്ന് പറയുമ്പോൾ ആരെ ബോഡി കിട്ടിയിട്ടില്ല, ഫിർഔന്റെ ബോഡി കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടുന്നത് അത് ഖുർആന്റെ മുജ്സത്താണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള രോഗങ്ങളാണ് ആ മനുഷ്യനെ രൂപത്തിലാക്കിയത്. അർബഅതം മീനത്തുയൂരി തയ്യിറു طؤوس ناديكن غراب الناصر كبر وشهوات وحرص وعجب وهذه أخلاق أصحاب الكذب. മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് أربعة من الطيور طير طؤوس ناديكن غراب الناسر كبر وشهوات وحرص وأجب وهذه أخلاق أصحاب الكذب. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ എഞ്ചിനായ ഹൃദയമാകുന്ന ലോകമുണ്ടല്ലോ, എഞ്ചിനുണ്ടല്ലോ, ആ എഞ്ചിനൊരിക്കലും പണി വരാൻ പറ്റില്ല സഹോദരാ. അർബഅത്തും മിനത് തുയൂരി തയ്യിറു, ആ ഹൃദയത്തിൽ നിന്ന് 4 പക്ഷികളെ ഞാൻ പറഞ്ഞു തരാം. ആ 4 പക്ഷികളുടെ സ്വഭാവത്തെ നീ ആട്ടിയകറ്റണേ എന്ന് മഹാനായ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒന്ന് ത്വഊസുനാദികുൻ ഗുറാബുൻ നസ്റു, ഒന്ന് ത്വഊസും മയിലാണ്. 2 ദീക്ക് ചങ്ങങ്കോയി, ഇവിടത്തെ പൂങ്കോയി പെട്ടന്റെ പുതിയാപ്പിളല്ലേ ആ സാധനം. 3 ഖുറാബ് കാക്കയാണ്, 4 നസ്ർ പരുന്താണ്. ഈ 4 പക്ഷികളുടെയും സ്വഭാവം നിന്റെ ഹൃദയത്തിൽ വേണ്ട. കിബ്റു വശഹ്വതു വഹിർസു വഉജ്ബ്. ഒന്നാമത് പറഞ്ഞ മയിലുണ്ടല്ലോ, ആളുകൾ കാണുമ്പോ തന്റെ മയിൽപ്പീലി വിടർത്തിക്കൊണ്ട് ഞാൻ നല്ല സൗന്ദര്യമുള്ളവനാണ് എന്നറിയിക്കുന്ന ജീവിയാണ് മയില്. ആളുകൾ കാണുമ്പോൾ കിബറോടുകൂടി പെരുമാറുന്ന സ്വഭാവമുണ്ടല്ലോ മനുഷ്യ, അത് നിനക്ക് വേണ്ട. രണ്ടാമത് പറഞ്ഞ പൂവങ്കോയി തീക്ക്, അതെന്ന് പറഞ്ഞാൽ ശഹ്വത്ത്, അമിതമായ വികാരം. അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് ഹലാലാക്കി തന്ന ഭാര്യയിൽ മാത്രം നിന്റെ വികാരങ്ങളെ നീ ഒതുക്കി വെക്കുക. മൂന്നാമത് പറഞ്ഞത്
കാക്കയാണ്. കാക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹിർസ, അമിതമായ അലച്ചയാണ്. തിന്നാനും വേണ്ടി മാത്രം ജീവിച്ചൊരു സമൂഹം. ജീവിക്കാൻ വേണ്ടി തിന്നാൻ വേണ്ടി ജീവിക്കുക നേരെ അക്സാണ്. നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ ഒരു കോയിനെ കണ്ടാൽ എന്തൊക്കെയാ കോയായി ഉണ്ടാവും. ഞാൻ എപ്പോഴും പറഞ്ഞ വിഷയമാണത്. കോയി അറുത്ത് കഴിഞ്ഞാൽ അറക്കണവരെ കോയിക്ക് ബോധം ഉണ്ടാവും. പിന്നെ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ആ കോയി എന്തൊക്കെയാകും. ഞാനിപ്പോ ഒരു ഹോട്ടലിൽ കയറി, നല്ല വിശപ്പ്. ഹോട്ടലിൽ കയറിയിട്ട് ചെക്കനോട് ചോദിച്ചു എന്താ വേണ്ടിയത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അൽഫാം വേണം പറഞ്ഞു. ഏതങ്ങൾക്ക് അൽഫാം വേണ്ടി? ഇവിടെ എന്താ അൽഫാമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാണ്. അപ്പൊ തുടങ്ങിയവന്റെ സൈഡ് കൂടെ പറയാന് നോർമല് പെരി പെരി എന്തൊക്കെ പറഞ്ഞു. നോർമല് പെരി പെരി, അഫ്ഗാനി, ജിഞ്ചർ, പെപ്പർ തുടങ്ങി. റൈസ് ഏതാ ഉള്ളത്? റൈസ്, മന്തി, കുന്തി, അതിന്റെ അപ്പുറത്ത് വേറെ പറയണം. അപ്പൊ തിന്നാൻ വേണ്ടിട്ട് ജീവിക്കുന്നൊരു സമൂഹമായി മാറി. ജീവിക്കാൻ വേണ്ടി തിന്നുന്നതിന് പകരം തിന്നാൻ വേണ്ടി ജീവിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണേ. ആകാശത്തിന്റെ ഉയരങ്ങളിലൂടെ പറക്കുന്ന പരുന്തുണ്ടല്ലോ, ഞാനാണ് എല്ലാത്തിനെയും മീതമെന്നുള്ള ആ ഉജ്ബ്, ഉൾനാട്യമുണ്ടല്ലോ, അത് വേണ്ട 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 വേണ്ട. തവാളുഇലായി ജീവിച്ചോ, തവാളുഇലായി ജീവിച്ചോ. അത് ഇബാദുർ റഹ്മാന്റെ അടയാളമാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാൻ الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. അല്ലാഹുവിന്റെ അടിമകള് ഇബാദുർ റഹ്മാൻ, അല്ലാഹ് തന്നെയാ പറയുന്നത്. റഹ്മാനായ എൻ്റെ അടിമകളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമി പോലും അറിയാതെ വിനയാന്യതരായി നടക്കുന്ന മനുഷ്യന്മാർ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ അവരോട് സംസാരിക്കാൻ പോയാൽ അവർ പറയും സലാമാ, എനിക്ക് മറ്റു ചില പണിയുണ്ടെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറും. അവരല്ലാന്റെ അടിമകള്, യഥാർത്ഥ റഹ്മാന്റെ അടിമകള്. അവർ തവാളുള്ളവരാണ്. മഹാനായിരിക്കുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ്, തവാളു ഉണ്ടായപ്പോൾ മൻ തവാളഅ റഫഅഹുല്ലാഹ്, തവാളു ഉണ്ടെങ്കിൽ പടച്ചവൻ ഉയർത്തുന്നതാണ്. മഹാനായ കന്യാല മൗലൂപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു എടുത്ത ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ മഹാന്മാരോടുകൂടെ സ്വർഗ്ഗലോകത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട ഇവിടെ മഖാം സ്ഥിതി ചെയ്യുന്ന പട്ടിക്കാട് ആ ഭാഗത്തേക്കൊന്ന് പോയാൽ അറിയാം. ആരാരും കാണരുതേ എന്ന് കരുതിയിട്ട് കാടുകളിൽ പോയി ജീവിതം തീർത്തപ്പോഴും അല്ലാഹ് ഉയർത്തിക്കൊണ്ടുവന്നു. ആരും അറിയരുത്, ആരും അറിയരുതേ എന്ന് കരുതി ജീവിച്ചവരുണ്ടല്ലോ, അല്ലാഹ് എങ്ങനെയാ അറിയിച്ചു കൊടുക്കാതിരിക്കുക? അവൻ എൻ്റെ ആളാണെന്ന് ആകാശലോകത്തിൽ അല്ലാഹു തആല വിളംബരം ചെയ്യുമ്പോൾ ആ മനുഷ്യനെ പരസ്യപ്പെടുത്താൻ അല്ലാഹു തീരുമാനിച്ചത് മലായിക്കത്തിലൂടെയാണ്. അതാണ് മഹാനായ തൃപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അറിയില്ലേ? തൃപ്പനഞ്ചി ഉസ്താദിനെ അറിയില്ലേ? മലമുകളിലായി ഹുമൂലിലായി ജീവിച്ച മഹാൻ, ആരാരും അറിയരുതേ എന്ന് കരുതി തവാളുഇലായി ജീവിച്ച മഹാൻ അല്ലാഹ് കൊണ്ടുവന്നു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ഔലിയാക്കൾപ്പെട്ട മഹാനാണ്. ഒരിക്കൽ ഞാൻ കിടന്നുറങ്ങുമ്പോ സയ്യിദുനാ ജിബ്രീൽ
സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഒരു ഏടുണ്ട്, ഡയറിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിൽ ഓരോരോ ആളുകളുടെ പേരിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ അലൈഹിസ്സലാം, എന്താ അങ്ങയുടെ കയ്യിലുള്ളത് ജിബ്രീൽ? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഈ ഏടിലുള്ളത് അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങളായ ആളുകളുടെ പേരുകളാണ്. ഈ ഏടിലുള്ളത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ പേരുകളാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞുവല്ലോ, ആ ലിസ്റ്റിൽ എൻ്റെ പേരെന്ന് എഴുതുമോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, അൻത ലസ്ത മിൻഹും, അൻത ലസ്ത മിൻഹും, നിങ്ങളെ എഴുതണമെങ്കിൽ നിങ്ങൾ അതിൽ പെടണമല്ലോ, നിങ്ങൾ അതിൽ പെട്ട ആളല്ല. നിങ്ങൾ എഴുതണമെങ്കിൽ എന്താക്കുന്നത്? എല്ലാരും പേര് എഴുതാളല്ലോ. അള്ളാന്റെ ഇഷ്ടദാസന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അൻത ലസ്ത മിൻഹും, നിങ്ങൾ അവരിൽ പെട്ടോലല്ല. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ, അല്ലാഹു നീ കാക്കണേ റഹ്മാനെ. പഠിച്ചോനെ, ഈ കോലത്തിൽ ഇബാദത്തെടുത്ത് വിലായത്തിന്റെ അങ്ങേ അറ്റത്തിലെത്തിയ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അൻത ലസ്ത മിൻഹും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ ഉണ്ടാകുക? സുബ്ഹാനല്ലാഹ്. വിനയാന്യതനായി കൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ഇല്ലമ്മകും മഅഹും, എനിക്ക് അവരോടുകൂടെ സ്ഥാനമില്ലെങ്കിൽ ഫക്തുബ് തഹ്തഹും മുഹിബ്ബുൽ മുഹിബ്ബീന ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഒന്ന് എഴുതി വെക്കോ, അള്ളാഹ്നെ ഇഷ്ടപ്പെട്ട യഥാർത്ഥ ദാസന്മാർ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബുൽ മുഹിബ്ബീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് എഴുതി വെക്കാമോ? എനിക്ക് അല്ലാഹയെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരോട് വല്ലാത്ത മഹബ്ബത്താണുള്ളത്. ഇത് തവാളുഇന്റെ സംസാരമാണ്. ഇബ്ലീസിനെ പേച്ചു പോയതും ഇവിടെ തന്നെയാണ്. ഇബ്ലീസെ സുജൂദ് ചെയ്യുന്നു പറഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചൊരു ചോദ്യം, ഞാൻ തീ കൊണ്ട് പടക്കപ്പെട്ടവനാണ്, ആദം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവനാണ്. ന്യായം ശരിയാണ്, ന്യായം ശരിയാണ്. അദബിന്റെ മുമ്പിൽ ന്യായമല്ല ശരി. ഇവിടെ വിഷയം ഇബ്ലീസിന്റെ ബുദ്ധിയുടെ മുമ്പിൽ കൂടിപ്പോയി, അത് കുബുദ്ധിയായി പോയി. അദബിന്റെ മുമ്പിൽ ന്യായത്തിന് പ്രസക്തിയില്ല. ഈ മുത്താലിമിന് ഉസ്താദ് വിളിച്ചു, ദാരിമി ഉസ്താദ് വിളിച്ചാണ്ട് പറഞ്ഞു, എടാ ഇങ്ങോട്ട് വന്നാണ്ട് എൻ്റെ ആ വിരലോണ്ട് ആ മരാണ് പൊന്തിച്ചെന്ന് പറഞ്ഞാല് ഓനിങ്ങനെ ഇളിച്ച് വിളിയായിട്ട് കുത്തിർക്കാൻ പാടില്ല. ആ ഉസ്താദ് ഇന്നെ പൊട്ടനാക്കിയ കാര്യം അങ്ങനെയല്ലേ കരുതണ്ടേ? പോയോക്കുക, അന്ന് വിരലും വെച്ച് പൊന്തിച്ചു നോക്കുക. ഉസ്താദ് ഞാൻ സ്പൈഡർമാനൊന്നുമില്ല, അങ്ങനെ പൊന്തിച്ചാനേ ഞാൻ സ്പൈഡർമാൻ, അത് വർത്താനല്ലേ, പറഞ്ഞ ന്യായാണ്. എന്റെ വിരലോണ്ട് ഇത് പോയിട്ട് ഈ കാണുന്ന സാധനം വരെ തൊട്ട് പൊന്തിച്ച എന്നോട് കഴിയാത്ത ഞാനങ്ങനെ മരം പൊന്തിച്ച ആ വർത്താനത്തിന് പ്രസക്തി ഇല്ല. പറഞ്ഞതാരാണ്? മൂല്യാരാ പറഞ്ഞത്. അത് പറഞ്ഞോ പോയി പൊന്തിക്കുക, പൊന്തോ പൊന്തൂല നോക്കണ്ട, നമ്മോട് പറഞ്ഞ പണിയെടുക്കുക. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങാനും ആ മുഹിബ്ബീങ്ങളിൽ പെട്ടവനല്ലെങ്കിൽ, ആ മുഹിബ്ബീങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാണ്, ആ പേരൊന്ന് എഴുതി വെക്കുമോ യാ ജിബ്രീൽ? ആ സമയത്താണ് ആകാശ ലോകത്തിൽ നിന്ന് അശരീരി വരികയാണ്, യാ ജിബ്രീൽ ഉക്തുബുഹു അവ്വലഹും, ആദ്യത്തെ പേര് കൊടുക്ക്. ഇല്ല എന്ന് പറഞ്ഞ ആളെ പേര് ഔലിയാക്കളെ നേതാവാക്കു ജിബ്രീൽ. മൻ തവാളഅ റഫഅഹുല്ലാഹ്, അല്ലാഹുവേ തവാളുള്ള കൽബാക്കി ഞങ്ങളെ കൽബുകളെ നീ മാറ്റണേ റഹ്മാനേ, അല്ലാഹുവേ നീ മാറ്റണേ അല്ലാഹ്. നമ്മളൊക്കെ ചില ഉസ്താദുമാരെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. വലിയ വലിയ സ്ഥാനമാനങ്ങൾ അവൾ ഇരിക്കുമ്പോഴും
സാധാരണക്കാരെ പോലെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ ഉസ്താദ് അവர்கள் സ്വന്തമായി വീട്ടിലേക്കുള്ള അരിസാധനങ്ങള് മീനൊക്കെ വാങ്ങുന്ന ഫോട്ടോ നമുക്ക് ഒരുപാട് കാണാറുണ്ട്. അപ്പൊ ഉസ്താദ് വളരെ തമാശയായിട്ട് ചോദിക്കും, ഇന്റെ പേരേക്ക് പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ പിന്നെ കൊണ്ടുവരുവാണ് ചോദ്യ ഇപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ബാക്കിൽ നടക്കും. ഞാൻ മീൻ വാങ്ങുന്നുണ്ടോ, ഞാൻ ഇറച്ചി വാങ്ങുന്നുണ്ടോ, ഞാൻ ഈ ഫോട്ടോ എടുക്കണമെന്ന് എന്റെ പേരേക്ക് ചെലവിന് കൊടുക്കുമോ? അത് കൊടുക്കൂല. അങ്ങോട്ട് ചെറുശ്ശേരിന്റെ വിനയം, ചെറുശ്ശേരിന്റെ വിനയം. പിന്നെ ഈ ചില വാസുടെ ഇവിടെ ഇവൻ കൊണ്ടുവരുമോ? പൊന്നാര മനുഷ്യന്മാരെ ഓല മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തയില്ല. പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സ്വന്തം മഹലിൽ 3 കൊല്ലം ജോലി ചെയ്ത മനുഷ്യനാണ്. ഞാൻ എന്റെ അവസ്ഥ പറയട്ടെ. ഞാൻ എന്റെ സ്വന്തം മഹലിൽ 3 വർഷം മുദരിസായി ജോലി ചെയ്തതാണ്. പിന്നെ അതിന്റെ ശേഷം ഖത്തീബായി കയറിന്റെ എനിക്ക് റേഷൻ പീടികയിൽ പോയി വരിക്കാൻ മടി. അതാണ് കിബറ്. ഞാനിപ്പോ അങ്ങനോട് പോയി നിൽക്കുക. ഞാൻ ഇവിടുത്തെ മൂല്യാരല്ലേനോ, അവിടെ പോയി വരിക്കണ്ടേ? എനിക്കുണ്ടോ? ഞാൻ ഇബാദുർ റഹ്മാൻ പെട്ട ആളല്ല. അള്ളാഹുദല കാക്കട്ടെ. ആമി പരമേശ്വരന്മാരെ അള്ളാഹുദല കാക്കട്ടെ. അല്ലാഹുവേ മഹാനായിരിക്കുന്ന അഅ്മശ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, ഇബ്രാഹിം തൈമി റളിയല്ലാഹു തആല തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ചുമടുകൾ തന്റെ ശരീരത്തിൽ വെച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കാണാറുണ്ട്. ആ സമയത്തിൽ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ പറയും, ഞാനൊന്ന് പിടിക്കട്ടെ. ആ സമയത്ത് പറയുന്ന മറുപടി എന്താണ്? ഞാൻ ഇതിൽ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിക്കുന്നവനാണ്. ഞാൻ തന്നെ പിടിച്ചോളാം. എന്നോട് ഒരു ഫൈലി പണ്ഡിതൻ പറയുകയുണ്ടായി, ഉസ്താദ് നിങ്ങളുടെ വല്ലുപ്പയായ കാളമ്പാട് ഉസ്താദ് റബ്ബേ അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. പട്ടിക്കാട് ജാമിഅ നൂരിയ ഉമ്മുൽ മദാരിസ് പട്ടിക്കാട് ജാമിഅ നൂരിയയില് ദറസ് ചൊല്ലിക്കൊടുക്കുന്ന കാലഘട്ടത്തില് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ഒരു കയ്യിൽ കിതാബ് മറ്റൊരു കൈ ചുമരുമ്പങ്ങനെ വെച്ച് പോകുമ്പോ പല ശിഷ്യന്മാരും ഒന്ന് ഉസ്താദേ ഞാനൊന്ന് പിടിച്ചോട്ടെ എന്ന് പറയുമ്പോ കൊടുക്കൂല. എല്ലാം ഒറ്റക്ക്. എന്നാ കൊടുക്കണ കിബറാണോ? കിബററ്റ് എല്ലാണോ? അങ്ങനെ മനസ്സിലാക്കണ്ട. ചില ഉസ്താദന്മാര് കിതാബ് കൊടുക്കും, തിരുമ്പിപ്പിക്കും, അന്ന് വിഷയമല്ല. അത് തവാദുവിനെതിരല്ല. ഇത് വറഇന്റെ ഉദാഹരണമായി പറയുന്നത്. ഞാൻ അത്രക്കാരന് അത്രത്തോളം ഉയർന്ന ആളല്ല എന്ന് ചിന്ത ഉള്ളവർക്ക് അതൊക്കെ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പോകട്ടെ. മഹാനായിരിക്കുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ പുതിയ പിളയല്ലേ. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാനാണ് ഇൽമിന്റെ പട്ടണം, അതല്ലെങ്കിൽ ഇൽമാകുന്ന പട്ടണം ഞാനാണ്. അതിലേക്കുള്ള ബാബ് ഏകവാതിൽ എന്ന് പറഞ്ഞാൽ എന്റെ പുതിയ പിളയായ അലിയാണെന്ന് ആദരവായ ഹബീബുന മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ كليث غابات الكريه المنظرا. سبحان الله. റസൂലുള്ളാഹിന്റെ പൊന്നുമോളായ ഫാത്തിമയെ ജീവിതത്തിലേക്ക് റളിയല്ലാഹു അൻഹാ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഏക മനുഷ്യനാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനായ സ്വാലിഹ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, ഒരു പക്ഷേ സ്വാലിഹ് എന്നവരോട് റളിയല്ലാഹു അൻഹു തന്റെ മാതാവോ അതല്ലെങ്കിൽ വല്യമ്മയോ പറഞ്ഞു കൊടുക്കുകയാ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ തന്റെ ശരീരത്തിൽ ഈത്തപ്പനയുടെ ഒരു ഭാരം ചുമന്നുകൊണ്ട് പോകുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളോട് പറയുകയാണ്, അഹ്മിലു അൻക യാ അമീറൽ മുഅ്മിനീൻ. ഈ
കാണുന്ന എല്ലാവരുടെയും നേതാവായ അമീറുൽ മുഅ്മിനീനായ അലി തങ്ങളെ നിങ്ങൾ കൊണ്ടുപോകല്ല ഞങ്ങൾക്കിടയിലൂടെ നിങ്ങളിത് വഹിച്ചു കൊണ്ടുപോകുമ്പോ മാനസികമായ പ്രയാസമുണ്ട് അലി തങ്ങള്. ഞങ്ങളൊന്ന് പിടിക്കട്ടെ അലി തങ്ങള്, ഞാനൊന്ന് പിടിക്കട്ടെയോ? ഇല്ല, വേണ്ട. അബുൽ അയ്യാലി അഹഖു അൻ യഹ്മിലാ. അതാ ചെറുശ്ശേരി അബുൽ അയ്യാലി അഹഖു അൻ യഹ്മിലാ. തന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും അർഹനെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഗൃഹനാഥനാണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. ഇതൊക്കെ പറയാൻ നല്ല സുഖമാണ് അല്ലേ? നല്ല വയലും നല്ല സൗണ്ടും തൊണ്ടക്ക് കൂറ്റുണ്ടെങ്കിൽ തൊള്ളക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ പറയാൻ നല്ല സുഖ. മാണം അങ്ങ് പറയാ. കൊണ്ടുവരാനോ കൊണ്ടുവരാൻ പണിയാണ്. എന്നാൽ നിനക്ക് 3 സ്വഭാവമുണ്ടോ, നീ തവാളുള്ളവനായിരിക്കും. ഉമ്മത്ത് മുഹമ്മദിനുൽ മുസ്തഫ. ഈ 3 സ്വഭാവം ഞാൻ പറഞ്ഞത് നാളെ മുതൽ ഇവിടെ ചെക്കിങ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ചില അടയാളങ്ങൾ പറഞ്ഞ പണിയാണ്. പിന്നെന്താ, മൂലാരിപ്പോ ഒരു 3 അടയാളം പറയാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ കമ്മിറ്റിക്കാർക്ക് ഇപ്പൊ അടയാളം ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കി നോക്കുക. നീ വയലറിന് പോണതിന്റെ ഉള്ളിൽ മൂലാർക്ക് അടയാളം ഉണ്ടോ ഇല്ലേ അത് നോക്കി നോക്കുക. നമ്മുടെ പള്ളിക്കത്ത് ഉസ്താദ് ഉണ്ടോ ഇല്ലേ ഒന്ന് നോക്കി നോക്കുക. ഏതായാലും ഇവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഒന്ന് രാവിലെ ഒക്കെ ഒന്ന് കുത്തുന്ന കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിച്ചുമ്പോ ഒന്ന് നോക്കി നോക്കുക ആർക്കൊക്കെ ഉള്ളത്. അതിനും വേണ്ടി പറഞ്ഞത്, ലാഭനാനും വേണ്ടിട്ട് പറഞ്ഞത്. അതിന് നല്ല സുഖമാണ്. ആരാന്റെ ഇറച്ചി നല്ല സുഖ. അവനാനിലേക്ക് തെറ്റൊക്കെ നോക്കിയിട്ട് തിരുത്താൻ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ ഈ 3 അടയാളം പറഞ്ഞത് നിങ്ങൾ ഡോക്ടർമാരാകാൻ വേണ്ടിയിട്ടല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞു തരാം. മഹാനായിരിക്കുന്ന അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എടാ മനുഷ്യ, നീ തവാളുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുവോ, വിനയമുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുവോ? 3 അടയാളങ്ങൾ നിന്നിലുണ്ടെങ്കിൽ നീ വിനയമുള്ളവനാണ്. അതില്ലേ എങ്കിൽ പെട്ടെന്ന് ആ സ്വഭാവം കൊണ്ടുവരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മാണ്ട മനുഷ്യന്മാരെ തവാളു അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ ഖൽബുകളൊക്കെ തവാളുള്ള ഖൽബുകളാകട്ടെ. ഒന്നാമത്തെ ഏതാണ്? അൻതബ്ദ ബിസ്സലാം അലാ മൻ ലഖീത. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നീ ആദ്യം സലാം പറഞ്ഞു തുടങ്ങണം. ഞാൻ അങ്ങോട്ട് ഇങ്ങ് കയറില്ല. അപ്പൊ എനിക്കൊരാഗ്രഹം, ഞാൻ ഇപ്പൊ ഇവിടെ ഗസ്റ്റായി വന്ന ആളല്ലേ, ഇങ്ങോട്ട് സലാം പറയട്ടെ. ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല. നീ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നീ ആദ്യമായവനോട് സലാം പറഞ്ഞു തുടങ്ങണേ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു വേദിയിൽ പോയാൽ അവിടെ വെച്ച് ഏറ്റവും താഴ്ന്ന സ്ഥാനം എനിക്ക് മതിയെന്ന് ആഗ്രഹിക്കലാണ്. ചില വേദിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും ഉന്തും തള്ളും കുത്തും ചവിട്ടും വിനയൊക്കെ കാണിച്ചു. ഞാക്കില്ല, എന്നാൽ പൂതി മുമ്പ് ഇരിക്കാനേ കാര്യം. അഭിനയമാണ് നടിക്കാനൊക്കെ പറ്റും, പക്ഷെ കൽബിന്റെ ഉള്ളിൽ വേണം. ഒന്നാമത്തെ കാര്യം, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നീ അവനോട് സലാം കൊണ്ടു തുടങ്ങണം, നീ തവാളുള്ളവനായി തീരാൻ. രണ്ടാമത്തെ കാര്യം, ഒരു സദസ്സിൽ പോയാൽ അവിടെ വെച്ച് ഏറ്റവും താഴ്ന്ന സ്ഥലം എനിക്ക് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കലാണ്. മാത്രവുമല്ല, മൂന്നാമത്തെ കാര്യം, വഅല്ലാ തുഹിബ്ബ റിയാഅ വസ്സുംഅത വൽ മദ്ഹത ഫീ അമലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു അമൽ ചെയ്തിട്ട് ആ അമലിൽ നീ റിയാഇനെ ഇഷ്ടപ്പെടാതിരിക്കലാണ്, ലോകമാന്യതയെ ഇഷ്ടപ്പെടാതിരിക്കലാണ്, അതുപോലെ നല്ല നല്ല മദ്ഹിന്റെ സംസാരങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കലാണ്, വസ്സുംഅത നല്ല നല്ല കേൾവികളെ ആഗ്രഹിക്കാതിരിക്കലാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വാതിന് വന്നു, എന്നിട്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം, പഠിച്ചോനെ
പറ്റി ആൾക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓ മൂല്യാർ നല്ല വേലേനി എന്ന ആൾക്കാർ പറയണം, എനിക്ക് കേൾക്കും വേണം. അപ്പൊ ഇന്നങ്ങോട്ട് വിളിച്ച മുത്താലിമിന്റെ വാട്സപ്പിൽ ഞാൻ വോയിസ് വിടുക, അല്ല കുട്ടിയെ ഇന്ന് വയലങ്ങ ഉണ്ടായിന്, ഉഷാറുണ്ടായിന്, ആൾക്കാരൊക്കെ അഭിപ്രായം എന്താ? ഔ ഉസ്താദേ സൂപ്പർ വയലേനി കേട്ടോ, ഞങ്ങൾ ആ പള്ളി വന്നതിന്റെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വയല് കേട്ടത് എന്നും ആ ഉസ്താദ് കുട്ടീനോട് പറയുമ്പോ എന്റെ ഉള്ളിൽ കൂടെ കുളിരിങ്ങനെ കയറി വരും. ഇത് വേണ്ട. ഈ 3 സ്വഭാവങ്ങള് നോട്ടീസിൽ എന്താ ഇന്റെ പേര് അടിയിലെഴുതി ആ മെഹമ്മദാജി, അയാൾ ഇപ്പോഴത്തെ 2 കൊല്ലം മുമ്പല്ലേ ഇപ്പൊ സെക്രട്ടറി ആയത്, ഞാൻ 14 കൊല്ലം ഇവിടെ സെക്രട്ടറി ആയിട്ട്, ഇപ്പൊ ഞാൻ ജോയിന്റ് സെക്രട്ടറി ശരി. പക്ഷെ എങ്ങനെ മൂപ്പര പേരിന്റെ മേലെ എഴുതാ? നോട്ടീസിൽ പേരില്ലെങ്കിൽ യോഗത്തിന് പോകൂല. ഇനി അഥവാ അയാൾക്ക് അധ്യക്ഷ സ്ഥാനം കൊടുക്കൂലേ, എന്നാ യോഗത്തിന് പോകൂല. ഈ കിബറും കൊണ്ടുപോയ അള്ളാന്റെ സ്വർഗം കിട്ടും മനുഷ്യന്മാരെ? അള്ളാഹു തവാലുള്ള കൽബാക്കി നമ്മളെ കൽബുകളെ മാറ്റുമാറാകട്ടെ. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള്. അവിടുന്ന് പറയുകയുണ്ടായി, അഹബ്ബുൻ നാസി ഇലയ്യ മൻ റഫഅ ഇലയ്യ ഉയൂബി. വല്ലാത്തൊരു സംസാരമാണത്. ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൻ റഫഅ ഇലയ്യ ഉയൂബി, എന്റെ പോരായ്മകൾ എന്നോട് ഉണർത്തുന്നവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ പോരായ്മകൾ, ന്യൂനതകള്, ഡീമെറിറ്റ്സ് എന്നോട് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടാവും, ഓലോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. എന്നാല് ഞമ്മക്കൊക്കെ ചങ്ങായിമാരുണ്ടാവും, നമ്മള് ഓന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ എങ്ങനെ ഇപ്പൊ ഓനോട് പറയാ? കാരണം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ ബന്ധങ്ങൾക്ക് പ്രശ്നമാകുള്ള പേടി അല്ലേ? ഇപ്പൊ എനിക്ക് ഈ ആചാരോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹാർദ്ദമുള്ള ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? ഈ കാലം വരെ എന്റെ തെറ്റുകൾ തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ എന്റെ എന്തോ തെറ്റ് മൂപ്പര് കണ്ട് നല്ല സൗഹാർദ്ദത്തിൽ എനിക്ക് പറഞ്ഞു, സ്നേഹത്തിന്റെ അളവ് കുറയും. എല്ലാരും പറ്റില്ല, ചിലോലെ പറ്റി. നമ്മളെ ഐബ് ന്യൂനതകൾ ഉണർത്തി തന്നാൽ പിന്നെ നമ്മൾ ശത്രുക്കളായി മാറുക. അതെന്തോണ്ടാ? ഉമർ തങ്ങൾക്കുള്ള സ്വഭാവം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, അഹബ്ബുൻ നാസി ഇലയ്യ മൻ റഫഅ ഇലയ്യ ഉയൂബി, എന്റെ പോരായ്മകൾ എന്നോട് പറഞ്ഞു തരുന്ന ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വിനയമുള്ള കൽബാണോ, വിനയമുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ, ഒരിക്കലും തന്നെ കൂടെ ആൾ ഉണ്ടാകണമെന്ന് അവർ പ്രതീക്ഷിക്കൂല. കൂടെ ആരെങ്കിലും വന്നാൽ അവർ ഒളിച്ചോടുകയാണ് ചെയ്യുക. മഹാനായ തൃപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, തൃപ്പഞ്ചിസ്ഥാനെ കണ്ട ആൾക്കാർ കൂട്ടത്തിലുണ്ടോ? മുല്ലേരെ കണ്ടോളിന്റെ എന്താണ്? ആരും കണ്ടോലില്ലല്ലേ? താമരശ്ശേരി ഭാഗമായതുകൊണ്ടേക്കാരെ തൃപ്പഞ്ചിസ്ഥാൻ കേട്ടുക്കണോ? ഞങ്ങൾ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഇങ്ങനെ പറയണം. എൻ്റെ വീടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഉസ്താദിന്റെ മക്ബറ ഉള്ളത്. ഉസ്താദിന്റെ പേര് പറയാനുള്ള കാരണം ആ മഹാന്റെ ബറക്കത്ത് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആ ബറക്കത്തിന് വേണ്ടിയിട്ടാണ്. മഹാനായ തൃപ്പനഞ്ച് ഉസ്താദ് ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഓടിക്കളയും. നമ്മൾ പലരുടെയും സ്വഭാവം എന്താ? ആളുകളുണ്ടെങ്കിൽ അവിടെ നമ്മളിങ്ങ് പോയി നെളിഞ്ഞിങ്ങനെ ഇരിക്കും. അതാണ് നമ്മളെ സ്വഭാവം. പക്ഷേ വിനയമുള്ളവർക്ക് ആ സ്വഭാവം ഉണ്ടാകില്ല. സുബ്ഹാനല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികൾ പ്രമുഖനായ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല തങ്ങൾ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ജനങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞങ്ങൾ നിങ്ങളെ കൂടെ പോരട്ടെ. കാരണം കാര്യപ്പെട്ട ഒരാളാണ്.
നിങ്ങളെ കൂടെ ഞങ്ങളൊന്ന് പോരട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ പരിവാരങ്ങളായി ഞങ്ങൾ പോരട്ടെ. ആ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, ഇർജിഊ, എന്റെ കൂടെ ആരും പോരേണ്ടതില്ല. ഫഇന്നഹു ദില്ലത്തുൽ ലിത്താബിഈ, ഞാൻ ഇങ്ങനെ മുന്നിലൂടെ നടക്കുക, കുറച്ച് ആളുകൾ എൻ്റെ പിന്നിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരുന്നവർക്ക് നിന്ദ്യതയാണ്, എൻ്റെ കൂടെ വരുന്നവർക്ക് നിന്ദ്യതയാണ്. വഫിത്നത്തുൽ ലിൽ മത്ബൂഅ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് കിബ്ർ വരാൻ സാധ്യതയുമുണ്ട്. യുലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്റെ ബാക്കിൽ നിങ്ങൾ 5-6 ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപൊട്ടത്തരാണത്. എന്താ, ഇന്നെ പോലത്തെ ഒരു മനുഷ്യന്റെ ബാക്കിൽ 5-6 ആൾക്കാരൊക്കെ നടക്കുമ്പോൾ ഒരു കുഞ്ഞാപ്പോക്കുന്ന പരിപാടിയാണത്. കുഞ്ഞാപ്പോക്കൊക്കെ തിരുണില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വർത്താനാണത്, മനസ്സിലാവില്ലേ? ഇതൊക്കെ പുളിയേക്കാം, മോട്ടറാക്കാം, അതൊരു മട്ടല്ലാത്ത പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിന്നിൽ 4-5 പേരിങ്ങനെ നടക്കുമ്പോൾ എനിക്കും ഒന്ന് തോന്നിപ്പോയാലോ ഞാനൊരു തിരക്കടില്ലാത്ത ആളാണെന്ന് എനിക്കും തോന്നിപ്പോയാൽ അത് ഫിത്നയാണ്. യുലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിൽ പലരും ഉണ്ടായേക്കാം. കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാകും, ഇല്ലേ? കമ്മിറ്റിക്കാരിലൂടെ കമ്മിറ്റിക്കാരുണ്ട്, ഉസ്താദുണ്ട്, മുഅദ്ദിനുണ്ട്, പലരുണ്ട്. ആളുകൾ ഒരു പക്ഷേ നമ്മോട് കയർത്തുകൊണ്ട് സംസാരിച്ചിരിക്കാം. അങ്ങനെ സംസാരിക്കരുതട്ടോ. ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല മനുഷ്യന്മാരാന്ന് എന്നോട് മുഅദ്ദിൻ ഉസ്താദ് പറഞ്ഞത്. കുട്ടിയാളിൻ ദർശനൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന നല്ല മഹല്ലുകാരാണ് എന്നോട് ഇവിടുത്തെ മുഅദ്ദിൻ എന്നോട് പറഞ്ഞു, അല്ലാഹു തആല ഈ മഹബ്ബത്ത് സ്വർഗം വരെ നീട്ടിത്തരട്ടെ. മരിച്ചുപോയാലും അല്ലാഹു തആല സന്താന പരമ്പരയിലൂടെയായി ഇവിടുത്തെ ദർസ് സംവിധാനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ദർസ് ഇപ്പൊ തുടങ്ങിയതല്ലേ, 1.5 വർഷമായിട്ട്. ഇതിനു മുമ്പ് ദർസ് ഉണ്ടായിനോ? ഇല്ല. ഈ മഹല്ല് പള്ളി എത്ര കാലായി? 60 കൊല്ലത്തോളായി. ഞാൻ ഈ കാര്യം പറയട്ടെ, 60 കൊല്ലത്തോളമായിട്ട് ഈ മഹല്ല് പള്ളി നിലവിൽ വന്നിട്ട് 1.5 വർഷം ഇവിടെ ദർസ് തുടങ്ങിയിട്ടുള്ളൂ. ആ ദർസ് തുടങ്ങാൻ വേണ്ടി ആരോണോ മുൻപന്തിയിൽ അതിൽ പ്രവർത്തിച്ചത് അവർക്കൊക്കെ സന്തോഷമാണ്. കാരണം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപറഞ്ഞ് ഖബറാകുന്ന ലോകത്തിൽ പോയി കിടക്കുമ്പോൾ മുതഅല്ലിമീങ്ങൾ അല്ലാഹ നഹ്മദുഹു ദൗമൻ വനഷ്കുറുഹു എന്നിങ്ങനെ ചൊല്ലിയിട്ട് പരിശുദ്ധമായ ദർസ് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ മുതഅല്ലിമീങ്ങൾ ഉസ്താദ് ഇങ്ങനെ ശിക്ഷണം ചെയ്യുമ്പോ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാപനങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോ മക്കൾ ഇങ്ങനെ അൽഫിയുടെ ബൈത്തുകൾ ചൊല്ലുമ്പോ ജലാലൈനിയുടെ പരിശുദ്ധമായ ഖുർആന്റെ അകക്കാമ്പിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ മഖ്ദൂം തങ്ങളുടെ ദിക്റിലൂടെ തസവൂഫിന്റെ മേഖലകളെ മനസ്സിലാക്കുമ്പോ തർക്കശാസ്ത്ര കിതാബുകളുടെ ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിക്കുമ്പോ മഹാനായ ഇമാമുന ഗസാലി തങ്ങളുടെ പരിശുദ്ധമായ ഇൽമുൽ കലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സംസാരങ്ങൾ പഠിക്കുമ്പോൾ ഇമാം തഫ്താസാനി തങ്ങളുടെ ശറഉൽ അഖായിദ് ഓതി പഠിക്കുമ്പോ മഹാനായ ബഹുമാനപ്പെട്ട ഇർത്തുള്ള അലി ഖാൻ തങ്ങളുടെ പരിശുദ്ധമായ നഫായിസ് ചൊല്ലി പഠിക്കുമ്പോ മഖ്ദൂം തങ്ങളുടെ ഫതുഹുൽ മുഈൻ ഓതി പഠിക്കുമ്പോ ഇത് തുടക്കം കുറിച്ച ഒരു പക്ഷേ ആ കമ്മിറ്റിക്കാർ ഖബറാകുന്ന ഉള്ളിലായിരിക്കും, ഖബറാകുന്ന ലോകത്തായിരിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ ദർസ് ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ തുടക്കം കുറിച്ചതിന്റെ നല്ല നന്മകള് ഖബറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ചു കഴിയാൻ കഴിയും. മാത്രമല്ല, ഈ മക്കളെ സഹായിക്കുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടുകാര് സുബ്ഹാനല്ലാഹ്, പൊന്നാരുപ്പമാരെ, ഉമ്മമാരെ, മരിച്ചു ഖബറാകുന്ന ലോകത്തേക്ക് നിങ്ങൾ ജീവിതം പറിച്ചു മാറ്റപ്പെട്ടാലും ആ സമയത്തിലും നിങ്ങൾക്ക് ആശ്വാസമായി മക്കളുടെ ദഅവത്തുകൾ, ദുആകൾ ഉണ്ടാകും. നിങ്ങളെ മുമ്പിൽ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോ സാധാരണ മുതഅല്ലിമേക്കാരും നാളെ ഇവര് പല പള്ളികളുടെയും ഖത്തീബുമാരായി മാറും, മുദരിസമാരായി മാറും, മുഅല്ലിമീങ്ങളായി മാറും.
ഖതീബന്മാരും വഅലന്മാരായി മാറും. ഞാനങ്ങ് ഓർത്തു പോവുകയാണ്. ഞാൻ മുണ്ടക്കുളം ജലാലിയ കോളേജിൽ ശൈഖുനാ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകോയ തങ്ങളുടെ സ്ഥാപനം മുണ്ടക്കുളം ജാമിയ ജലാലിയയിൽ നിന്നാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. ആ സമയത്ത് എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഓതാൻ പോകുന്നത്. 10ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 11ാമത്തെ വയസ്സിൽ എനിക്ക് ഭക്ഷണം തന്നിരുന്ന ഒരു ഉമ്മയുപ്പയുണ്ട്. ഞാൻ എവിടേക്ക് വയലിന് പോകുമ്പോഴും എനിക്ക് വിളിച്ചും PC എന്ന് എന്നെ വിളിച്ച PC എൻ്റെ വയല് നിങ്ങൾക്ക് വിട്ടുതരണം കേട്ടോ, എൻ്റെ വയല് നിങ്ങൾക്ക് വിട്ടുതരണം. അപ്പോ ആ ഉമ്മാന്റെ ഒരു മകൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ വയല് എവിടെ കേട്ടാലും ഉമ്മ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നുറോളിച്ചാൻ തുടങ്ങും. ഇത് തമാശ പറയുമ്പോൾ ഉമ്മ നുറോളിച്ചേക്കാരാണ്. വയലിന്റെ ഇടയിൽ കൂടെ തമാശ പറയുമ്പോഴും ഉമ്മ നുറോളിച്ചേക്കാരാണ്. എന്തിനാ ഉമ്മ നുറോളിച്ചേ? പഠിച്ചോനെ, ആ കുട്ടിക്ക് ഞാൻ ചോറെടുത്ത കുട്ടിയാണല്ലാതെ, ഞാൻ ചോറെടുത്ത കുട്ടിയാണല്ലോ. അത് വല്ലാത്തൊരു ബന്ധാണ്, വല്ലാത്തൊരു ബന്ധാണത്. ഞാൻ ദർസിൽ എൻ്റെ കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുത്തപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സമയത്ത് എൻ്റെ മുത്തഅല്ലിം എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ചെലവ് കൂടിയത്ത് ഉപ്പാന്റെ ആണ്ടിന്റെ ദിനമാണ്, ഞാനൊന്ന് പോട്ടെ ഉസ്താദേ. ചെലവുടിത്തപ്പോ ഓൻ്റെ ഉപ്പായി മാറി. ചെലവ് കൂടിയത്ത് ഉമ്മ കുട്ടിയുടെ ഉമ്മയായി മാറി. ഞങ്ങളുടെ നാട്ടിലൊരു മരണം സംഭവിച്ചു. സാധാരണ കൂലിത്തൊഴിലാളിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വാഴ, അടക്ക, തെങ്ങ് ഇങ്ങനത്തെ സാധാ നാടൻ പണിയെടുക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം 9 മണിക്കാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു 7:45 ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ആ വീടിന്റെ മുമ്പിൽ വന്നു നിന്നു. ഒരു വലിയൊരു ഉസ്താദ്, ഒരു പച്ച ഒല്ലിയിട്ടിട്ടുണ്ട് ഉസ്താദ്. ഉസ്താദിന്റെ കൂടെ 10-40 മുത്തഅല്ലിമീങ്ങളുണ്ട്. ഉസ്താദിന്റെ കൂടെ 10-40 മുത്തഅല്ലിമീങ്ങളുണ്ട്. ഈ ഉസ്താദ് നേരെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ വെച്ച മയ്യത്തിന്റെ അരികിൽ പോയി ആ കഫം പുടവ മാറ്റി ഒരുപാട് നേരം ചുംബനം കൊടുത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. ഒരുപാട് നേരം കരഞ്ഞു പോയി ചുംബനം നൽകിയിട്ട് യാസീൻ ഓതി കഴിഞ്ഞു. അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം വൈലാ ഹദ്റത്തി അബി എന്നാണ് പറയുന്നത്. വൈലാ ഹദ്റത്തി അബി, ചോറ് തന്ന ബാപ്പായുടെ അരികിലേക്ക് വന്ന് മുത്തഅല്ലിമായി ഓതി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്ത വീട്ടിലേക്ക് വന്ന് താനും തന്റെ കൂടെ ഓതി പഠിക്കുന്ന മക്കളെയും കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തിറങ്ങി പോകുമ്പോൾ ആ ബാപ്പാക്ക് സ്വർഗം ലഭിക്കാൻ ഇതിന് വലുത് വേണോ? നിങ്ങൾ പറയും. ഈ മക്കളായിരിക്കാം നാളെ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പക്ഷേ ഈ മുതഅല്ലിമുകളായിരിക്കാം. അല്ലാഹുവേ, ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന ഈ മക്കളെ നീ ഉഖ്റവിയായ ഉലമാക്കളാക്കണേ അല്ലാഹ്. അതിന്റെ പകരമായി നാളെ ഈ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറയും മനുഷ്യന്മാരെ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു മകനെയെങ്കിലും ഒന്ന് അലിമാക്കണേ ഉപ്പമാരെ. വലിയ ദർസാണ് ഇവിടെ നടക്കുന്നത്. വലിയൊരു മുദരിസ്, വലിയ പണ്ഡിതനായ ഉസ്താദ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ദർസിലേക്ക് തന്റെ ഒരു മകനെയെങ്കിലും കൊടുത്തിട്ട് റബ്ബേ, ഞാൻ പടുവായി പോയി റബ്ബേ, ചെറുപ്പകാലത്തിൽ എൻ്റെ പ്രാരാബ്ദം കാരണത്താൽ അല്ലാഹുവേ എനിക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പടുവായി മാറിയത്. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചോരയിൽ പിറന്നൊരു മകനെങ്കിലും ഒന്ന് ആലിമാകട്ടെ. ആലിമിന്റെ ബാപ്പയായാൽ നാളെ സ്വർഗമാണല്ലോ എന്ന നീയത്ത് വെച്ചൊരു പേരമകനെയോ അതല്ലെങ്കിൽ ഒരു കുട്ടിയെയോ നിങ്ങളൊന്ന് ആലിമാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നീ ആലിമിനെ നൽകണേ അല്ലാഹ്. നീ ആലിമിനെ നൽകണേ തമ്പുരാന്. ഉഖ്റവിയായ ആലിമിനെ നീ നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഒരിക്കൽ ഉമർ തങ്ങളോട് ഒരാൾ വന്ന് കച്ചറുണ്ടാക്കി, ഒരടി, അങ്ങോട്ട് എന്തോ സംസാരം. ഉമർ ഖത്താബ് തങ്ങള് അമീറുൽ മുഅ്മിനീനാണ്. ഒരു സംസാരം, ഇയാൾക്ക് ബോധമൊന്നുമില്ലാന്ന് തോന്നണേ.
ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളെ. ആ സമയത്ത് ആ മനുഷ്യനതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഇത്തഖില്ലാഹ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഉമറേ റളിയല്ലാഹു അൻഹു. പള്ളിക്കത്തിന് മൂലാരത്ത് വന്നാണ്ട് ആരെയും കുന്തിരിടുത്താൻ സമ്മതിക്കോ? പള്ളിക്കത്ത് ഉസ്താദിന്റെ റൂമിക്ക് പോയിട്ട് ഒരുത്തം പാണ്ട് എന്താ മൂല്യങ്ങൾ അങ്ങനെ ആട്ടി ഞങ്ങൾ ആരും ഇവിടെ 2 കായം നിർത്താൻ സമ്മതിക്കൂലല്ലോ. ഇത്തഖില്ലാഹ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇളകി. ആ പറഞ്ഞടുത്തേക്ക് എല്ലാവരും അടിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ പറയുന്നു, കളി എന്തിനാ തല്ലുന്നത്? ഓൻ പറഞ്ഞോട്ടെ, എന്ത് നല്ല സംസാരം അദ്ദേഹം സംസാരിച്ചത്. നിങ്ങൾ ആലോചിച്ചു, അദ്ദേഹം എന്തു നല്ല സംസാരം സംസാരിച്ചത്. അയാൾ ഒഴിവാക്കി വിട്ടാളീൻ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്തു നല്ല സംസാരമാണ് സംസാരിച്ചത്. ലാ ഖൈറ ഫീകും ഇദാ ലം തഖുൽഹാ, ലാ ഖൈറ ഫീകും ഇദാ ലം തഖുൽഹാ. ആ മനുഷ്യനെങ്ങാനും നിങ്ങളോട് എന്നോട് ആ സംസാരം സംസാരിച്ചില്ലെങ്കിൽ ഒരു ഖൈറും ലഭിക്കുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതാണ് ഖൈറായത്. ഞാനൊരു അമീറുൽ മുഅ്മിനായിട്ട് എനിക്ക് ഇങ്ങനെ കിബർ തോന്നുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ നല്ലത്? ഒരു മനുഷ്യനെങ്കിലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബൽഹാ. അയാൾ എന്നോട് പറഞ്ഞത്, ഇത്തഖില്ലാഹ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ആ കാര്യമെങ്ങാനും ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ വലാ ഖൈറ ഫീനാ, എന്നിലൊരു ഖൈറുമില്ലല്ലോ, എനിക്ക് ഖൈർ ലഭിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഇത്തഖില്ലാഹ്, അതിന്റെ പേരാണെന്ത്? തവാളുഅ്. അതിന്റെ പേരാണെന്ത്? തവാളുഅ്, വിനയം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വിനയാന്യതരായി ഭൂമിയിലൂടെ അല്ലാഹുവിന്റെ അടിമകൾ നടക്കുന്നുണ്ട്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വർത്താനത്തിന് പോയാൽ ജാഹിലിയങ്ങൾ വർത്താനത്തിന് പോയാൽ അസ്സലാമു അലൈക്കും. ഓക്കെ. ഇദാ ശിഅത അൻ തസ്ദാദ ഖദ്റൻ വരിഫഅതാ ഫലിൻ വതവാളഅ വതുറുകിൽ കിബ്റ വൽ ഉജ്ബാ. ആ ഉസ്താമാരൊക്കെ സ്റ്റേജ് മേക്ക് നല്ല റാഹത്തായി. ഉസ്താമാരൊക്കെ സ്റ്റേജ് മേക്ക് ഇരുന്നാലേ അല്ലേ നല്ല റാഹത്തുണ്ടായി. നിങ്ങൾ അല്ലാഹ് ഉസ്താമാരെ സാഹസിരുന്ന ശരിയാവില്ല. ഒന്നിരിക്കും. ആ മുത്താലിമ കഴിച്ചാണ് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റേജ് കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വയലാൻ ശരിയാവില്ല. അങ്ങോട്ട് കയറി ഫളൽ ഫൈസി, അഷ്റഫ് ഫൈസി, ആരൊക്കെയാ പറയുന്നത്, സിദ്ദീഖ് ഫൈലി, എല്ലാരും കയറി. ഇദാ ശിഅത അൻ തസ്ദാദ ഖദ്റൻ വരിഫഅ ഫലിൻ വതവാളഅ വതുറുകിൽ കിബ്റ വൽ ഉജ്ബാ. നിനക്ക് സ്ഥാനം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? ഖദ്റൻ വരിഫഅ, സ്ഥാനം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഫലിൻ വതവാളഅ വതുറുകിൽ കിബ്റ വൽ ഉജ്ബാ, നീ വിനയമുള്ളവനായിക്കോ, ഉൾനാട്യത്തെ നീ ഒഴിവാക്കിക്കോ. അങ്ങനത്തെ ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് സ്ഥാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ, എന്നാ നീ വിനയമുള്ളവനായിക്കോ, ഉൾനാട്ടത്തിന് ഒഴിവാക്കിയ ആളാണ്. അങ്ങനത്തെ ബൂതി ഉണ്ടാവൂലേ? അങ്ങനത്തെ ബൂതി ഉണ്ടാവില്ല. തവാളുള്ളവർ, വിനയമുള്ളവർ സ്ഥാനം ആഗ്രഹിക്കൂല. മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു എടുത്ത ദറജനെ ഉയർത്തി കൊടുക്കണേ റബ്ബേ. മഹാനായ അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് മാറ്റപ്പെട്ട സാഹചര്യം
സമസ്തയുടെ മുശാവറയിൽ ഒരു യോഗങ്ങൾ നടക്കുകയാണ്. നമുക്കൊരു പ്രസിഡന്റിനെ വേണമല്ലോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞുവല്ലോ, ഞാൻ പ്രസിഡന്റിന് അഭിപ്രായപ്പെടാം. മഹാനായ ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ മുശാവറയിൽ തയക്കം തിന്ന മൂലരാണ്. ഇൽമുള്ള ആളാണ്, തഖ്വയുള്ള ആളാണ്, പാരമ്പര്യമുള്ള ആളാണ്, എല്ലാത്തിനും പറ്റിയ ആളാണ്. ഞാനൊരു അഭിപ്രായം പറയട്ടെ, കാളമ്പാടി ഉസ്താദ് ആക്കിക്കൂടെ? മുശാവറ എല്ലാവരും അല്ലാഹു അക്ബർ. അപ്പൊ മൂപ്പര് നീച്ചുന്നു, പറയല്ലേ, എനിക്കെന്താ അറിയാ, ഞാൻ ജാമ്യയിൽ ക്ലാസ് എടുക്കണ്, അതിനെ പെരെ പോണ്, അത് കഴിഞ്ഞ പിന്നെ ജാമ്യ കയറി, പിന്നെ പെരെ പോണ്, എനിക്ക് ദത്ത് എന്നോട് പറയല്ലേ കഴിയൂലെന്ന്. അത് മതി, നിങ്ങൾ ജാമ്യ ക്ലാസ് എടുത്താൽ മതി, പെരെ പോയാൽ മതി, ഇത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, അത് രണ്ടും മതി. നിങ്ങൾ പെരേക്ക് പോവുക, ക്ലാസ് എടുക്കുക, പെരേക്ക് പോവുക, ക്ലാസ് എടുക്കുക, യോഗത്തിലൊക്കെ ഒന്ന് പങ്കെടുക്കുക, ദ്വാരം നടക്കുക, വേണ്ട ഉപദേശങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട പണിക്കണല്ലോ, അതിന്റെ അപ്പുറത്തൊന്നും ചെയ്യണ്ട. തങ്ങളെ അത് എന്നോട് പറയരുത്. കാരണം വരക്കൽ തങ്ങളെ പോലെ അള്ളാഹുവിന്റെ മഹാരഥന്മായ ആരിഫ്യങ്ങൾ ഇരുന്ന സീറ്റാണിത്. അത് എന്നോട് പറയരുത് തങ്ങളെ, ഇവിടെ കണ്ടാണ് തരണോയി, അത് എന്നോട് പറയില്ലേന്ന്. അങ്ങനെ പറയണല്ലേ നമുക്ക് വേണ്ടിയത്. മൻ തവാളഅ റഫഅഹുല്ലാഹ്, അല്ലാഹുവേ മഹാന്മാരെ ദർജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് ഷാമിലേക്കുള്ള യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂടെ തന്റെ ഖാദിമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങളെ ഖാദിമിനോട് പറയുകയാണ്, ആദ്യം ഞാന് കുറച്ച് നടക്കും, ഒരു ഫർസഖ് ദൂരം ഞാന് ഈ ഒട്ടകത്തുമ്മ കയറും, ഈ എന്താക്കുക, ഇതിന്റെ കടിഞ്ഞാണ് പിടിച്ച് തൊലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു ഫർസഖ് ദൂരം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും, ഈ കയറുക. എന്താണ് വർത്താനം നോക്കി നിങ്ങള്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നാടിന്റെ ഖലീഫയാണ്. ഷാമിലേക്ക് വെറുതെ കച്ചവടത്തിന് വേണ്ടി പോകില്ല, വലിയ നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി, ഒരു വല്ലാത്ത ഈ കൂടിയാലോചനയ്ക്ക് വേണ്ടി പോകാൻ. വണ്ടി, അന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്നത്തെ കാണും വലിയ വലിയ കാറൊന്നുമില്ല. അന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒട്ടകാണ്. തന്റെ ഖാദിമിനോട് പറയുകയാണ്, ഒരു ഫർസഖ് ഞാൻ ഒട്ടകത്തിന്മേൽ കയറും, ഇങ്ങോട്ട് സഞ്ചരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങള് കയറുക, ഞാൻ ഇറങ്ങുക, എന്നിട്ട് ഞാൻ തൊഴിച്ചേർക്കും. ധാരണയിലെത്തി. അങ്ങനെ യഥാ ഷാമിലേക്ക്, സിറയിലേക്ക് യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു തആല തങ്ങൾ ഒട്ടകപ്പുറത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. തന്റെ ഖാദിമത ഒട്ടകപ്പുറത്തേക്ക് കയറുകയാണ്. വല്ലാത്ത സങ്കടം പഠിച്ചോലെ. അമീറുൽ മുഅ്മിനീൻ താഴെ, ഖാദിമ മേലെ. സങ്കടം കൊണ്ട് മുമ്പ് സഹിക്കാനില്ല. കണ്ണുക്കും നോക്കണ്ട, നേരെ മുമ്പൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൊഴിച്ചിങ്ങനെ കൊണ്ടുപോകുക. സുബ്ഹാനല്ലാഹ്. ഒരു വെള്ളക്കെട്ടിന്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഇനി നടന്നാൽ ചെരുപ്പ് നനയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ ചെരുപ്പൂരിയിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ കക്ഷത്തിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ആ ഒട്ടകത്തിന്റെ കടഞ്ഞാണ് പിടിച്ച് ആ വെള്ളക്കെട്ടിലൂടെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ഷാമിലെ ഗവർണറായ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല തങ്ങൾ ഈ രംഗം കാണുകയാണ്. അല്ലയോ അമീറുൽ മുഅ്മിനീനേ, എന്ത് കാഴ്ചയാ ഞാനേ കാണുന്നത്. നിങ്ങളുടെ ഖാദിമ മുകളിൽ, നിങ്ങൾ താഴെ. ഇത് ശരിയല്ല കേട്ടോ. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഈ മുഷിന്ന രൂപത്തില് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ, നിങ്ങളെ ഓരോ രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ കാണാൻ വേണ്ടി വരുമ്പോൾ, ഇതാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മോശമല്ലേ? ആ സമയത്ത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്. ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ല അബൂ ഉബൈദ,
ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ അല്ലാഹ് നമ്മൾ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ലഭിച്ച ആളുകളാക്കിയില്ലയോ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഈ കോലം കാണുമ്പോ ആൾക്കാർക്കിടെ മോശമല്ലേ? ഞാനിപ്പോ ഇങ്ങോട്ട് വേദനയാൻ വന്ന് അങ്ങനെ എന്റെ തുണി കുപ്പായി ഫുള്ള് ചളി. ഞാനിങ്ങോട്ട് വേദനയാൻ വന്ന് തുണി കുപ്പായി നിറച്ച് ചളി, തലയെ കെട്ടൊന്നായിട്ട് ചളി, തുപ്പിയും തുണി. ഇങ്ങനെ നോട്ടങ്ങ് നോക്കൂല നിങ്ങള്? ഏതാ സാധനം? മൂല്യാര് എന്ന് വെള്ളിയാഴ്ച അല്ല, ഇന്നിപ്പോ ശനിയാഴ്ച. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ജുമക്കാശമാണെങ്കിൽ പിരിവെക്കാണെങ്കിൽ നടത്താന്ന് പറയുങ്ങള്. ഓരോ സ്ഥലത്തേക്ക് ഓരോ കോലല്ലേ പോണേന്. അത് ആ ഗവർണർ അത്ര ചെയ്തിട്ടുള്ളൂ. ഒരു അമീറുൽ മുഅ്മിനീനൊക്കെ വരുമ്പോൾ മട്ടം വേണ്ടേ? ഇതൊന്നായിട്ട് തുണിയും കുപ്പായും ചളിയും ഒന്നായിട്ട് ഇവിടെ ഒരു കക്ഷത്തിലായിട്ട് സംഭവം. ഇതൊരു കണ്ടിട്ടൊരു മട്ടം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട പറഞ്ഞു, ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഏറ്റവും വലിയ ഇസ്സത്ത് എന്താ? ഞാൻ മുസ്ലിം ആയതാണ്. ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്, ജനങ്ങളെ വർത്താനന്റെ വിഷയമല്ല. പൊന്നാര മനുഷ്യന്മാര് ഇതെല്ലാവർക്കും കജൂല, സവാദുള്ളേക്ക് കഴിയും. അറിയോ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനാർത്ഥിക്കായിട്ട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാ? നോമിനേഷൻ കൊടുത്തവരൊക്കെ ഉണ്ടാവും. ആര് പറയണ്ട? ഉണ്ടാവും. പറയണ്ട. നമുക്കൊരു പൂതിയൊക്കെ ഉണ്ടാവും സ്ഥാനാർത്ഥിയൊക്കെ എന്നായ അല്ലേ? ഇപ്പൊ എനിക്കൊരു പൂതി, PC അബ്ദുറഹ്മാൻ ജലാലിയെ കോണി അടയാളത്തിൽ വിജയിപ്പിക്കുക. എനിക്കൊരു പൂതി. എല്ലാവർക്കും സ്ഥാനാർത്ഥിയെ പൂതിയൊക്കെ ഉണ്ടാവും. പുറത്തു കൂടെ അത് നിങ്ങൾക്ക് വേണ്ട വലിയ ഉത്തരവാദിത്തം തൊള്ളോണ്ട് പറയും, ഉള്ളിൽ കൂടെ പൂതി ഉണ്ടാവും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള്, ഉമർ തങ്ങളെ താരീഖ് പറയുന്നൊരു കിതാബ് ഞാൻ എൻ്റെ സ്ഥാപനമായ പഠിച്ച സ്ഥാപനമായ മുണ്ടക്കുളം ജാമിഅ ജലാലിയയിൽ കുത്തുബ് ഖാനയിൽ പോയി ഞാൻ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് 10:30 മണിക്ക് ഇങ്ങനെ മുത്താല ചെയ്തു. അത്ഭുതമേ 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 അത്ഭുതമേ. ഞാൻ ആ കിതാബ് ഇങ്ങനെ മുത്താല ചെയ്തു. കുറച്ചു നേരം നോക്കാൻ, കാരണം വയലിൻമാന്റെ കോട്ടിങ്സ് കുട്ടി നോക്കിയതാണ്. ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് ആ കടന്നുറങ്ങാ എന്ന നീയത്തിൽ കുത്തുബ് ഖാനെ കയറിയതാണ്. അങ്ങനെ ഞാൻ കിതാബ് ഇങ്ങനെ മുത്താല ചെയ്തു. ഉമർ തങ്ങളുടെ ബാല്യകാലം, യൗവനം, ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന സംഭവം, ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷമുള്ള ഉമർ തങ്ങളുടെ ജീവിതം, ഖലീഫയായതിന്റെ ശേഷമുള്ള ജീവിതം, മരണം, ഇതിങ്ങനെ വായിച്ച് ഒരുപാട് പേജുകൾ കഴിഞ്ഞ് അവസാനം ആ കിതാബ് ഞാൻ ഇങ്ങനെ പൂട്ടി വെക്കുമ്പോ, പടച്ചോനെ ഒരുപാട് സമയമായില്ലേ പോയി കിടന്നുറങ്ങാന്ന് കരുതുമ്പണ്ട് ഉസ്താദ് കുട്ടികളെ വിളിച്ചാണേ, അലാറടിച്ച ഉസ്താദ് കുട്ടികളെ വിളിച്ചു വെച്ചിട്ടുണ്ട്, ബില്ലടിച്ചിട്ടുണ്ട് ഒന്നായിട്ട്. അല്ലാഹുമ്മ സല്ലി, ഫസ്റ്റ് പീരീഡ് തങ്ങൾ ഉസ്താദിന്റെ തുഹ്ഫ ഉറങ്ങിപ്പോയ തീരുമാനമായി. അത് കഴിഞ്ഞ ഉസ്താദിന്റെ ബുഖാരി ഉറങ്ങിയ തീരുമാനമായി. കാരണം രാത്രി ഉറക്കം വെച്ചാൽ സുബൈക്ക് ഉറങ്ങുന്ന ഉറപ്പല്ലേ. ഞാനാ ഫസ്റ്റ് തന്നെ പോയിട്ട് പഠിച്ചോണ്ട് പറഞ്ഞു, പഠിച്ചോണ്ട് ഞാനിത് ഉറക്ക് എടുത്തണം കരുതിയിട്ട് നോക്കിയല്ല, അറിയാതെ നീണ്ടു പോയതാണ്. നിങ്ങളുടെ ഉസ്താദിന്റെ കയ്യിൽ പോയിട്ട് ഞാൻ ആദ്യം ജാമ്യം എടുത്തു, ഉസ്താദ് എനിക്ക് ഉറക്ക് വരാണെന്ന് ക്ഷമിക്കണം, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ പറഞ്ഞു ഉമർ തങ്ങൾ മേലെ ഫാത്തിഹ ആളാണ്, മൂപ്പർ കഴിച്ചിലാക്കിയോട്ടെയാണ്. അങ്ങനെ ഫാത്തിഹ തുറന്നു ഫസ്റ്റ് ഇവിടെ ഉറങ്ങി ചെയ്തു. ജീത്തറിന് എന്താണ് രാത്രി പണി? പറഞ്ഞു വന്ന വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഉമർ തങ്ങൾ അങ്ങനെയാണ്. വിശാലമായ ലോകമാണ് ഉമർ തങ്ങൾ. ചരിത്രം അറിയോ നിങ്ങൾക്ക്? ഒരിക്കലതാ രാത്രി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മളൊക്കെ മീറ്റിംഗ് കൂടി പിരിയുമ്പോൾ നല്ല മന്തി അടിച്ച് പോവുക, അതങ്ങനല്ല. ഉമർ തങ്ങൾ ഖലീഫയായതിന്റെ ശേഷം യാതൊരു സമാധാനവും ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി എല്ലാവരും കിടന്നുറങ്ങിയ ശേഷം അതാ ഇറങ്ങുകയാ. അങ്ങനെ നടന്ന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അങ്ങകലെ ആ കുന്നിന്റെ കൂനയിൽ നിന്നൊരു വെളിച്ചം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടു. ആ വെളിച്ചത്തിലേക്ക് ഉമർ തങ്ങൾ കടന്നു ചെന്നു. നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മയാണ് അവിടെ ഉള്ളത്. ആ ഉമ്മയുടെ കയ്യിൽ ഒരു ചെറിയ പിഞ്ചു പൈതലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് ആ ഉമ്മാന്റെ അരികിലേക്ക് പോയപ്പോ ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കുകയാ. എന്ത് പറ്റി ഉമ്മ?
ഇതിലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അളക്കുന്നത്? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, അല്ലയോ മനുഷ്യ, എന്റെ കയ്യിൽ കിടക്കുന്ന ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. കുട്ടി ഒരുപാട് നേരമായൊരു തുള്ളി ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കരയുകയാണ്. കരയുമ്പോ ഞാൻ ഈ കലത്തിൽ ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഇളക്കുമ്പോ കുട്ടി കരുതും ഉമ്മ എന്തോ ഉണ്ടാക്കുകയാണെന്ന്. ഇതിലൊന്നുമേ ഇല്ലല്ലോ. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ പൊന്നുമോനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ ഖലീഫയായി വന്നു. ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. റസൂലുള്ള നേതാവായപ്പോഴും സന്തോഷം തന്നെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ വന്നപ്പോഴും സന്തോഷം തന്നെ. സിദ്ദീഖ് തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായതിന്റെ ശേഷം പുതിയൊരു അമീർ വന്നിട്ടുണ്ട്. ഉമർ എന്നാണ് അയാളെ പേര്. അദ്ദേഹം വന്നതിന്റെ ശേഷം എന്റെ കാര്യം മഹാകഷ്ടമാണ്. തിന്നല്ല വലിയ അമീറുൽ മുഅ്മിനീൻ ആൾക്കാർ പറഞ്ഞെടുക്കുന്നുണ്ട്. ആരോടാ പറഞ്ഞത്? ഉമർ തങ്ങളോടാണ്. ഈ പെണ്ണിനറിയാത്ത ഉമർ തങ്ങളെന്ന് അറിയൂല. സമയായോ? ആണെങ്കിൽ സിഗ്നലൊക്കെ തരട്ടാ. ആയിന് പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമില്ല. ഈ വന്നത് ഉമർ തങ്ങളാണെന്ന ഉമ്മാക്കറിയൂല. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോനെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് ആ ഉമ്മ പറയുകയാണ്, പൊന്നുമോനെ, ഉമർ ഖലീഫയാണെന്നാ പറയപ്പെടുന്നത്, പക്ഷേ ഞങ്ങളെ കാര്യം മഹാ കഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ ഉമ്മ പറയുന്നു, ആ ഉമറിന്റെ സ്ഥാനത്തിൽ നീ എങ്ങാനും ഖലീഫയായിരുന്നെങ്കിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒന്നും മുണ്ടിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഖാദിമിനോട് പറഞ്ഞു, വേഗം വേഗം നമുക്ക് ഖജനാവിൽ പോയി വേഗം അജീന് മാവുണ്ടാക്കാനുള്ള പൊടിയുമായി വാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മാവുണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടിയുമായി ആ ഉമ്മാന്റെ അരികിലേക്ക് പോവുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വേഗം ആ കലത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരതാ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവുണ്ടാക്കുകയാണ്. ഉമ്മ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, മോനെ, നിന്റെ പേരെന്താണ്? നീ എവിടെയാണ്? നീ ആരാണ്? ഒരു മറുപടിയുമില്ല. ആ ചോദ്യങ്ങൾക്ക് മുഴുവനും കണ്ണുനീർ മാത്രമാണ് മറുപടി ഉള്ളത്. റൊട്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീ കത്തുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തീയിലേക്ക് ഇങ്ങനെ ഊതുമ്പോൾ ഉമർ തങ്ങളെ ശരീരത്തിലേക്ക് പുകവല്ലാതെ വരുന്നുണ്ട്. ആ ഉമ്മാക്ക് നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുകയാണ്, പൊന്നുമോനും ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഉമ്മയത് അവസാനമായി ഉമർ തങ്ങളോട് പറഞ്ഞു, മോനെ, ആ ഉമറിന്റെ സ്ഥാനത്ത് അല്ലാഹു നിന്നെ ഭരണാധിപനാക്കട്ടെ. ഉമർത്തങ്ങൾ ഖാദിമിയോട് പറഞ്ഞു, പറയണ്ടട്ടോ, പറയണ്ട, നമുക്ക് മേ പോകുക. കാരണം ഉമർത്തങ്ങൾ പൊട്ടിക്കറിഞ്ഞ്, പഠിച്ചോനെ, ഞാൻ ഖലീഫയായത് മുതൽ ആ ഉമ്മാക്ക് യാതൊരു സമാധാനവും ഇല്ല, പട്ടിണിയാണല്ലോ. ലൗമാത ജമലുൽ ലിയാഅൻ അലാ ശത്തിൽ ഫറാത്ത് ലഖശീതു അൻ യസ്അലനി അല്ലാഹ്. യൂഫ്രട്ടീസ് നദീതീരത്തെങ്ങാനും ഒരു പശുക്കുട്ടി, ഒട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ ചത്തുപോയാൽ ലഖശീതു അൻ യസ്അലനി അല്ലാഹ്, നാളെ പടച്ചോനെ നിന്റെ മുമ്പിൽ ഞാൻ മസ്ഊലാകേണ്ടേ എന്ന് പേടിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങള് വീട്ടിലേക്കെത്തി യാതൊരു സമാധാനവുമില്ല, പൊട്ടിക്കരഞ്ഞ് കിടക്കുമ്പോ ഉമർ തങ്ങളെ ഖാദിമ് വന്നുകൊണ്ട് ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങൾ ഇതുവരെ ഉമർ തങ്ങളെ കണ്ടിട്ടുണ്ടോ ഉമ്മ? ഇല്ല എന്ന് മറുപടി പറയുന്നു. എന്നാൽ ഞാൻ കാര്യം പറയട്ടെ, നേരത്തെ ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളുണ്ടല്ലോ, ആ മനുഷ്യനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.
പ്രഭാതമായപ്പോൾ വീട്ടിലേക്ക് ഓടിക്കിതച്ചുകൊണ്ട് ആ ഉമ്മ പോയി പറഞ്ഞു, അല്ലയോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ, എന്നോട് പൊറുക്കണേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് പൊറുക്കണേ മോനെ ഖലീഫ. നിങ്ങൾ എന്ത് വർത്തമാനാ പറയുന്നത്? ഞാൻ എൻ്റെ പ്രജയോട് ചെയ്ത ധിക്കാരമുണ്ടല്ലോ, റബ്ബിന്റെ മുമ്പിൽ നാളെ ഞാൻ അതിൻ്റെ മസ്ഊലിയത്ത് ഏറ്റെടുക്കേണ്ടേ, എന്നോടൊന്ന് പൊറുക്കുമോ ഉമ്മ? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ ആ ഉമർ തങ്ങൾ കൂടെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് നീ സ്ഥാനം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ജുർമോത്ത് ഉസ്താദ് ഈ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ